തിരുവിഴാംകുന്ന് അമ്പലപ്പാറ കാപ്പുപറമ്പ് ജനവാസ മേഖലയിൽ കടുവയെ പലതവണ കണ്ടിട്ടും വനംവകുപ്പ് കൂട് സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. എൻ ഷംസുദ്ദീൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തിനകം കൂട് സ്ഥാപിക്കാമെന്ന് DFO MLAയെയും ജനങ്ങളെയും അറിയിച്ചതിനുശേഷമാണ് ആളുകൾ പിരിഞ്ഞുപോയത്. കോട്ടോപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലപ്പാറ, കാപ്പുപറമ്പ് എന്നീ വാർഡുകളിലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം പതിവാണ്. 20 ദിവസത്തിനുള്ളിൽ 8 തവണയാണ് ആളുകൾ കടുവയെ നേരിട്ട് കണ്ടത്. കാപ്പുപറമ്പ് തുളക്കല്ല് പാലത്തിന് സമീപം തൊടുക്കാട് എന്നീ ഭാഗങ്ങളിൽ വെച്ച് ഒന്നിലധികം തവണ കടുവയെ കണ്ടവരുണ്ട്. കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നേരിട്ടും MLA മുഖാന്തരവും വനംവകുപ്പിനെ അറിയിച്ചിട്ടും അനുകൂല സമീപനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച രാവിലെ ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പ്രകടനവുമായി എത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. തുടർന്ന് നടന്ന പൊതുയോഗം എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ വേണ്ട ഗൗരവം സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്ന് MLA പറഞ്ഞു. കൂട് വെക്കണമെങ്കിൽ നമുക്ക് അറിയണോണ്ട് പറയുകയാണ്. ഇവർക്ക് ചില നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പൂർത്തീകരിക്കണം. അതൊക്കെ അതിനുവേണ്ടി എഴുതി കൊടുക്കണമെന്നും പൂർത്തീകരിക്കണമെന്നും CCFനോട് ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും അതിലൊരു ഗൗരവമായ നീക്കം ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇന്ന് താമസിക്കുന്നത്, ജീവിക്കുന്നത് വളരെയേറെ ഭയപ്പാടോടുകൂടി. കാട്ടിലെ മൃഗങ്ങളാകെ നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടായി. നമുക്കറിയാം, ഒരു കാലത്തും ഇല്ലാത്ത വിധം ആന നാട്ടിലിറങ്ങുന്നത്. അത് മാത്രമായിരുന്നെങ്കിൽ അത് ദൂരെ കാണാൻ കുറച്ച് വലിയ ജീവിയാണ്. ആളുകളെല്ലാവരും കൂടി ജാഗ്രതയോടുകൂടി നിന്നാൽ കുറെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രതിരോധിക്കാം. പക്ഷേ ഈ കടുവ, പുലി പോലുള്ള സംഗതികൾ ഇത് കുറ്റിക്കാട്ടിലൊന്നും ആളുകൾ കാണുന്നില്ല. മുന്നിൽപ്പെട്ടാൽ മറ്റുള്ള ആനൊക്കെ കുറച്ച് ദൂരം കണ്ട ഓടി രക്ഷപ്പെടാനെങ്കിൽ കഴിയും. ഇത് ജീവൻ അപഹരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ ലായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് ഭീമനാട്, കോട്ടോപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ ഷിൻഡോ, സൈനുദ്ദീൻ താളിയിൽ, സ്മിജിത, ഷാനിർ മണലടി, OP നിജാസ്, CPM ലോക്കൽ സെക്രട്ടറി മനോജ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, CJ രമേശ്, വിജയൻ തിരുവിഴാംകുന്ന്, P സജാദ്, CK കുഞ്ഞേമു, C വീരാൻകുട്ടി, TM ഖാലിദ്, വീരാൻകുട്ടി പൂതാനി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വനംവകുപ്പ് ഓഫീസിൽ വെച്ച് MLA, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ DFO C അബ്ദുൽ ലത്തീഫുമായി ചർച്ച നടത്തി. ജനങ്ങളും MLAയും ജനപ്രതിനിധികളും കൂട് സ്ഥാപിക്കണമെന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. തുടർന്നാണ് 10 ദിവസത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കാമെന്ന് DFO അറിയിച്ചത്. ഇപ്പോഴെങ്കിലും തീരുമാനിച്ചാലേ ഒരാഴ്ച ആ സാധനം കിട്ടും. അതിന്റെ പ്രൊസീജിയർ എന്തായാലും കൂട് വെക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പൊ തുടങ്ങാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ക്യാമറകൾ സ്ഥാപിക്കുകയും മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ഒരു സർവൈലൻസ് അവിടെ ഉണ്ടാകുകയും ചെയ്യാം. നാളെ രാവിലെ ഈ പരിസരമാകുന്ന അടിച്ചു വെക്കുക. അതുമാണ് നമ്മൾ ചെയ്യുന്നത്. അത് തുടരും. അത് എല്ലാ ദിവസവും തുടരും. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോയ കോലോത്തോടി നജീബിന്റെയും സഹോദരന്റെയും മുന്നിലേക്ക് കടുവ ചാടി. ഈ അനുഭവം സദസ്സിൽ നജീബ് പങ്കുവച്ചു. ഏകദേശം ഈ തോടാട് പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഹെഡ്ലൈറ്റ് നല്ല പവർ ഹെഡ്ലൈറ്റ് രണ്ടായിടത്തുണ്ട്. പിന്നെ ഞങ്ങൾ പണി ആയുധങ്ങളുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ദൂരത്തേക്കാണ് നമ്മൾ ലൈറ്റ് അടിക്കുക. സാറേ, ദൂരത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക, അടുത്ത കാര്യം നോക്കില്ല. ദൂരത്തേക്ക് ഞങ്ങൾ 2 ലൈറ്റ് അടിച്ചു. എവിടെ ഒന്നുമില്ല. ഒരു 5 മീറ്റർ 6 മീറ്റർ അപ്പുറത്ത് ഈ സാധനം ഒറ്റച്ചാട്ട ഞങ്ങൾ മുന്നിക്ക് നല്ല അറിയിച്ചു കേട്ടു. അതിന്റെ സൗണ്ട് നമുക്ക് അറിയാലോ. കടുവന്റെ സൗണ്ട് നമുക്ക് ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാലോ. കടുവനെ പുലിയാക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ട്, ഈ പുലിയാക്കാൻ. നമ്മളെ ഭയം ജനങ്ങൾക്ക് മാറിയിട്ട് അങ്ങനെ കഴിച്ചിലാക്കാൻ ചില ഫോറസ്റ്റിന്റെ ആൾക്കാരെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പുലിയല്ല, കടുവയാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു കടുവയല്ല. കാരണം മിഞ്ഞാന്നാണ് ഞങ്ങൾ എൻ്റെ അമ്മൂമ്മതൊക്കെ ഇവിടുന്ന് ഇതിനെ കണ്ടത്. പക്ഷെ അതേ സമയത്ത് ഞങ്ങൾ മേലുണ്ട്. ഈ കണ്ട സമയത്ത് കടുവടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുന്നേ തന്നെ ഇവിടുന്ന് ചേർന്നൊട്ടിയിരുന്നു. അലറില് എവിടെ മരുന്നുള്ളത് ഒന്നിലധികം ഉണ്ട് എന്നിട്ട് 100% ഉറപ്പാണ്. കൂട് വെക്കാതെ ഞങ്ങള് ഈ ഇന്റെ മാത്രം കാര്യമല്ല, ഞാൻ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ കൂടെ പിന്നെ മയ്യത്താണ് കാരണം. പക്ഷെ ഇന്ന് ഭാഗ്യം കൊണ്ട് നേരത്തെ ഒരാളുണ്ടല്ലോ, ഓനെ ഇതുകൊണ്ട് കഴിച്ചിലേക്കാണ്. കടുവന്റെ മുന്നിൽ പെടാതെ കഴിച്ചിലേക്കാണ്. ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയണേ, ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഞാൻ പറയണേ.
മറ്റു ഭാഗങ്ങളിൽ നിന്നും പിടികൂടുന്ന കടുവകളെയും പുലികളെയും വനംവകുപ്പ് ഈ പ്രദേശത്താണ് തുറന്നുവിടുന്നതെന്ന ആക്ഷേപവും ജനങ്ങൾക്കുണ്ട്. ഇതും ഇവർ പറഞ്ഞു. എവിടുന്നേലും കിട്ടുന്നത് ഇവിടെ കൊണ്ടുവന്ന് സംഭവമാണ്. 15 ദിവസം മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പൊട്ടിയാറ് ഭാഗത്തേക്ക് വണ്ടി പോയിട്ടുണ്ടോ? കണ്ടമാനം ആൾക്കാർ കണ്ടിട്ടുണ്ട്. CCTV വണ്ടി പോയതുണ്ട്. CCTV വണ്ടി പോയതുണ്ട്. ഞാൻ അങ്ങോട്ട് വിട്ടിട്ടില്ല. അത് കാണണല്ലോ. അത് കാണുന്നത് ഏതാന്ന് അറിയണം. പുറത്ത് നാളെ ഞാൻ അറിയാതെ ഇവിടെ എനിക്ക് അറിയണമല്ലോ. എന്റെ ഏരിയയില് അങ്ങനെയാണ് ഞാൻ അറിയണമല്ലോ. 15 ദിവസം മുന്നേ വണ്ടി പോയി. കടുവയെ കണ്ട പ്രദേശങ്ങളിൽ നിലവിൽ സ്ഥാപിച്ച 2 ക്യാമറകൾ കൂടാതെ 8 ക്യാമറകൾ സ്ഥാപിക്കാനും പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.